ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ he just kicked me here in my tummy. I fell on the cot. അമ്മ ഇങ്ങനെ പിടിക്കൂലേ, എന്നിട്ട് യു ക്രൈ. ഹി സേസ്, ഓ യു ആർ എ ബെസ്റ്റ് ആക്ട്രസ്. കരഞ്ഞോ കരഞ്ഞോ, നല്ല കരയും. Constantly he was trying to do something. Constantly. I remember we went for a dinner. That was the domestic violence. ഭയങ്കര മുടിയൊക്കെ പിടിച്ചിട്ട് he used to, middle of the night he'll drink and come, and when I open the door, why are you delayed? Naturally we'll ask. Then he'll hold the very cheap thing. He'll hold my hair, pull me, drag to the kitchen, and he'll put me on the floor and kick. ഞാൻ അവരുടെ വീട്ടിൽ അവരുടെ ജോലിക്കാർ മുമ്പ് വെച്ച് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, അടിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ഐ സ്റ്റോപ്ഡ് ഗോയിങ് ടു ദ ഹൗസ്. ഐ സ്റ്റോപ്ഡ് ഗോയിങ്. ആൻഡ് അക്കൗണ്ട്സ് മാത്രം ഞാൻ ഈ രാമോഹൻ നമ്മുടെ ഓഡിറ്റർ ട്രിവാൻഡ്രത്താണ്. സോ എവറി ഇയർ ഐ പേ ഹിസ് ടാക്സസ് ആൻഡ് മൈ ടാക്സസ്. ഐ യൂസ് ടു പേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാർച്ച് 3rd വീക്കിൽ വന്നപ്പോൾ അച്ഛൻ കെയിം ടു ദ എയർപോർട്ട് ടു പിക്ക് മീ അപ്പ്. നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. നടനും അതുപോലെ തന്നെ കൊല്ലം MLAയുമായ മുകേഷിൻ്റെ പല തരത്തിലുള്ള മുൻകാല കഥകൾ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമകാലീന സാഹചര്യത്തിൽ മുകേഷിനെതിരെ നിരവധി ആരോപണവുമായി പല നടിമാരും അതുപോലെ സിനിമാ മേഖലയിലുള്ളവരും രംഗത്ത് വരുന്ന ഘട്ടത്തിലാണ് മുൻ ഭാര്യയോട് മുകേഷ് കാട്ടിയിട്ടുള്ള ക്രൂരതകൾ അവർ തന്നെ തുറന്നു പറയുന്നത്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിമുഖമാണ് ഇപ്പോൾ വീണ്ടും വൈറലായി തന്നെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഗർഭിണിയുടെ വയറ്റിൽ തൊഴിക്കാനും സ്ത്രീയുടെ തലയിൽ പിടിച്ച് തറയിലടിക്കാനും അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ച് തെറിയഭിഷേകം നടത്താനും മടിക്കാത്ത ഒരുവനാണ് മുകേഷ് എന്നാണ് മുൻ ഭാര്യ സരിത വ്യക്തമാക്കുന്നത്. 80കളിൽ സിനിമയിൽ സജീവമായിരുന്നു സരിതയും നടൻ മുകേഷും. അതിനുശേഷമായിരുന്നു പ്രണയവും അവരുടെ വിവാഹവും ഒക്കെ തന്നെ ഉണ്ടായത്. സിനിമാ ലോകത്തെ സംബന്ധിച്ച് അമ്പരപ്പിക്കുന്ന ഒരു വസ്തുതയായിരുന്നു അത്. ശേഷം സരിത അഭിനയം നിർത്തി കുടുംബിനിയായി മാറുകയായിരുന്നു. സരിത തന്നെ തുറന്നു പറയുന്നുണ്ട്, മുകേഷിൻ്റെ ഭാര്യയായി മാത്രമാണ് പിന്നീട് തുടർന്നത്. പക്ഷേ തീർത്തും പരാജയമായ ഒരു ദാമ്പത്യ ജീവിതമായിരുന്നു ഇരുവർക്കും ഉണ്ടായിരുന്നത്. വർഷങ്ങൾക്ക് മുൻപാണ് സരിത താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, യാതനകളൊക്കെ തന്നെ വെളിപ്പെടുത്താനായി തയ്യാറായത്. അത് കേട്ടപ്പോൾ മലയാളി സമൂഹം ആകെ ഞെട്ടിയ ഒരു സംഭവമായിരുന്നു. തങ്ങൾ ആരാധിച്ച പ്രിയപ്പെട്ട നടൻ, തങ്ങളെ ചിരിപ്പിച്ച നടൻ ഇത്രയധികം ക്രൂരതകൾ ചെയ്യുമോ എന്നാണ് ഏവരും അന്ന് ചോദിച്ചത്. ഇന്ന് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്. ആ കാര്യങ്ങൾ തന്നെയാണ് സരിത തുറന്നു പറയുന്നത്. വളരെ ക്രൂരമായിട്ടാണ് ഭർത്താവ് മുകേഷ് തന്നോട് പെരുമാറിയതെന്നും സരിത മുൻപ് ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗർഭിണിയാണെന്ന് പോലും പരിഗണിക്കാതെ മുകേഷ് വയറ്റിൽ ചവിട്ടിയതിനെക്കുറിച്ചും വേദന കൊണ്ട് പുളഞ്ഞതിനെക്കുറിച്ചുമൊക്കെ ഈറിനടിഞ്ഞുകൊണ്ടാണ് സരിത എടുത്തു പറയുന്നത്. വേദന കൊണ്ട് കരയുമ്പോഴും നീ ഒരു മികച്ച നടിയാണെന്നാണ് സരിതയെ നോക്കി മുകേഷ് കളിയാക്കിയത്. 9ാം മാസത്തിൽ വെറും വയറ് വെച്ച് കാറിൽ കയറാൻ ശ്രമിച്ചപ്പോൾ മനഃപൂർവ്വം വാഹനം മുന്നോട്ടെടുത്ത് തടഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. പല തവണയായി ആവർത്തിച്ച് ഇതുപോലുള്ള മനോവൈകൃതങ്ങളാണ് മുകേഷ് ചെയ്യുന്നതെന്നാണ് സരിത പറയുന്നത്. താനുമായി കുടുംബജീവിതം നയിക്കുന്ന സമയത്ത് പോലും പലതരത്തിലുള്ള അവിഹിത ബന്ധങ്ങൾ മുകേഷിനുണ്ടായിരുന്നുവെന്നും നടൻ്റെ അച്ഛൻ മാധവൻ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് മറ്റു മീഡിയകളെയോ മറ്റാരെയോ തങ്ങളുടെ കുടുംബജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ അറിയിക്കാത്തതെന്നാണ് സരിത പറയുന്നത്. അർദ്ധരാത്രി മദ്യപിച്ച് കയറി വന്ന് വൈദ്യുതിനെക്കുറിച്ച് ചോദിച്ചാൽ മുടി പിടിച്ചു വലിച്ച് അടുക്കളയിലേക്ക് വലിച്ചിഴിച്ച് കൊണ്ടുപോയി നിലത്തിട്ട് ചവിട്ടുന്ന പ്രവൃത്തിയാണ്, ക്രൂരകൃത്യമാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ പല ക്രൂര യാതനകളുടെ കഥകളും സരിത പറയുന്നു. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. ചിൽഡ്രൻ, മൈ കിഡ്സ്, പിള്ളേരാണ് കാരണം. ബിക്കോസ് വൺസ് നമ്മൾ പിള്ളേരായ ശേഷം ഐ വോണ്ടഡ് ടു ഗിവ് അറ്റൻഷൻ കൊടുക്കണമല്ലോ. പക്ഷെ ഒരുപാട് അഭിനയിച്ചു. കുട്ടിയായ ശേഷം 10ാമത്തെ മാസത്തിൽ കുട്ടിയേട്ടൻ അഭിനയിച്ചു. നല്ല ഇതായിരുന്നു. ബട്ട് ഐ ഹാഡ് മൈ ഓൺ സ്ട്രെസ് ആൻഡ് ടെൻഷൻ ഡ്യൂറിങ് ദ ഷൂട്ട്. മോനെ വീട്ടിൽ വിട്ടിട്ട് പോയിട്ട് അഭിനയിക്കുന്നത് ഇറ്റ് വാസ് റിയലി സ്ട്രെസ്ഫുൾ. ആൻഡ് 100% കൊടുക്കാൻ പറ്റിയില്ല എന്ന് തോന്നി ആക്ട് ചെയ്യുമ്പോൾ. 14th ഇയറിൽ എൻ്റെ കരിയർ തുടങ്ങി. സോ അതുകൊണ്ട് എനിക്ക് ഐ വാസ് കണ്ടെൻറ്റ് വിത്ത് വാട്ട് എവർ ഐ ഹാവ് ഡൺ ആൻഡ് അച്ചീവ്ഡ്. I wanted a simple life. That's why I got married. I was wanting somebody to take care of me. അതുകൊണ്ടാണ് കല്യാണം കഴിച്ചത്. അത് ലോകത്ത് ഏത് പെണ്ണായാലും അതിനല്ലേ കല്യാണം കഴിക്കുന്നത്. റീസൺ ഇസ് ടു ബി ടേക്കൻ കെയർ ഓഫ്. ബട്ട് കല്യാണം കഴിഞ്ഞിട്ട് ദ ലൈഫ് വാസ് അപ്സൈഡ് ഡൗൺ. ലൈക്ക്
അത് എനിക്കൊന്നും റെസ്റ്റ് കിട്ടുന്ന പോലെ തോന്നിയില്ല. ലൈക്ക് ഐ ഹാഡ് ടു വർക്ക് ഫോർ മൈ സെൽഫ്. ഐ ലോസ്റ്റ് മൈ ഫാദർ 2nd month പ്രഗ്നൻസി ഇരിക്കുമ്പോൾ. കല്യാണം കഴിഞ്ഞ ഉടനെ 2nd month ഐ വാസ് ക്യാരിങ് വിത്ത് മൈ എൽഡസ്റ്റ് സൺ. അപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ഹി വാസ് മൈ സ്ട്രെങ്ത്, ഹി വാസ് എവറിത്തിങ് ഫോർ മീ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ലോകം പഠിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ബട്ട് ലൈഫ് വാസ് അപ്സൈഡ് ഡൗൺ ബിക്കോസ് ഓഫ് ഫാൾസ് പ്രോമിസസ് മെയ്ഡ് by your own husband, and then you focus on the child upbringing. എനിക്ക് ലോകം അറിയുന്ന ആ ദിവസം തന്നെയാണ് ഞാനും അറിഞ്ഞത്. ടി വിയിൽ കൂടെയായിരുന്നു ഞാൻ ഈ ന്യൂസ് അറിഞ്ഞത്. ബിക്കോസ് എനിക്ക് ഡൈവോഴ്സ് കിട്ടിയില്ലല്ലോ. ലൈക്ക് 2011 ഞാനായിട്ട് പിൻവലിച്ചു. അത് കഴിഞ്ഞിട്ട് വിതിൻ 6 months he was telling my son, within 6 months I got the divorce. And I don't know how a person can get a divorce without my knowledge. That is my question. I don't know. It was a mutual consent ആയിരുന്നു. ഞാൻ mutual consent അങ്ങേരെ to convince him, I had 2 cases on him, like domestic violenceൻ്റെയും പിന്നെ wanted a divorce. Then he said if അത് പിൻവലിച്ചാൽ a mutual consent sign ചെയ്യാം എന്ന്. So he signed mutual consent. When sign ചെയ്ത ശേഷം അത് പിൻവലിച്ച ശേഷം he was not coming properly to the court. 3 years, 2009 തൊട്ട് 2011 വരെ. And the last 4 times also he didn't come. അപ്പോൾ ആ സമയത്ത് എൻ്റെ മോൻ്റെ അടുത്ത് അങ്ങേര് പറഞ്ഞിരിക്കുന്നത് he has got some heart problem, സംതിങ് വാൽവിൽ എന്തോ പ്രോബ്ലമാണ് അങ്ങനെയാണ്. സോ എൻ്റെ മോൻ പറഞ്ഞു, മമ്മി എന്തിനാണ് ഇപ്പോൾ ഡിവോഴ്സ്, എന്തിനാണ് വേണ്ട എന്ന് പറയുമ്പോൾ, സോ വി ഡിസ്കസ് ടുഗെദർ ആൻഡ് എവറി ടൈം ദേ വിൽ ബി ദർ വിത്ത് മീ എവറി കോർട്ട് സെഷൻ ഇപ്പോൾ വരുമ്പോഴൊക്കെ. സോ അങ്ങനെ ഞാൻ പിൻവലിച്ചു. എനിക്കിപ്പോഴില്ലെങ്കിലും പിള്ളേർക്ക് പിന്നീട് അച്ഛന് വേണം. മൈ സൺ വാസ് വെരി അപ്സെറ്റ് ബിക്കോസ് നമ്മൾ കാണുന്നത് ടി വിയിൽ കൂടെയാണ്. ആൻഡ് ഹീ കെയിം ടു നോ, ഞാൻ ടി വിയിൽ കണ്ടിട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഐ വാസ് സോ സ്റ്റൺഡ് ആൻഡ് ഐ വാസ് സോ കൺഫ്യൂസ്ഡ്, ഐ വാസ് സോ ഷോക്ക്ഡ്. അപ്പോൾ മോൻ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഹി കെയിം. അത് ടൈം ആയിട്ടില്ല. ഹി ലെഫ്റ്റ് ദ ക്ലാസ് ആൻഡ് ഹി കെയിം ബിക്കോസ് ഹിസ് സ്റ്റുഡൻസ് ഒക്കെ അറിഞ്ഞെന്ന് തോന്നുന്നു. ഇറ്റ് വാസ് സോ എംബാരസ്മെൻറ്റ് ഫോർ ഹിം. ഹി കെയിം ആൻഡ് ഹി വെൻറ്റ് അപ്പ്, ഹിസ് ഫേസ് വാസ് റെഡ് and he went up and he was, I don't know what happened. I didn't have guts to go and talk to him also because it was very shocking for all the 3 of us. My younger son was in New Zealand. എനിക്ക് പറയാനിത് ashamed ആയിരുന്നു വീണ. I didn't want to share this with anybody. I felt so ashamed of these things can happen to ഒരു പെണ്ണിന് ഇങ്ങനെയൊക്കെ നടക്കാവോ എന്ന് പറഞ്ഞ് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് തന്നെ ഇതൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഫോർ മീ ടു ഡൈജസ്റ്റ് ആൻഡ് ടു ഗോ ത്രൂ ദാറ്റ്. ആൻഡ് ഐ വാസ് അഷേംഡ് ടു ഷെയർ വിത്ത് എനിബഡി. അപ്പോൾ പ്രസ്സൊക്കെ ചില പേരൊക്കെ അറിഞ്ഞിട്ടും എന്നെ വിളിക്കുമ്പോഴൊക്കെ ഐ യൂസ്ഡ് ടു പ്രിറ്റൻഡ് ദെയർ ഇസ് നത്തിങ്, ഇറ്റ്സ് ഓക്കെ, എവറിത്തിങ് ഈസ് ഫൈൻ. ഓണത്തിന് ഉടനെ ഞങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമായിരുന്നു ഫോട്ടോസൊക്കെ. ആൻഡ് ഇതൊക്കെ ഫാമിലി ഡിസ്റ്റർബൻസസ് കുറേ ഉള്ളപ്പോഴും ഹി വാസ് ഹാവിങ് അഫെയർസ് ആൻഡ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഹിം ടു റിയലൈസ് ഇത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല, അവൾ എത്രയും സഹിച്ചു എന്ന് എന്നെങ്കിലും ഒരു പ്രാവശ്യം വിചാരിക്കുമെന്ന് വിചാരിച്ചതാണ്. ദാറ്റ് വാസ് ദ പ്രോമിസ് ഐ മെയ്ഡ് ടു മൈ ഫാദർ ഇൻ ലോ. എൻ്റെ അച്ഛൻ മരിച്ച ശേഷം ഞാൻ അങ്ങേരെയാണ് ഞാൻ അച്ഛനായിട്ട് കരുതിയിരുന്നത്. അങ്ങേര് മരിക്കുന്നവരെ ഞാൻ ആ പ്രോമിസ് കീപ്പപ്പ് ചെയ്തു. ഞാൻ അവരുടെ വീട്ടിൽ അവരുടെ ജോലിക്കാർ മുമ്പ് വെച്ച് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, അടിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ഐ സ്റ്റോപ്ഡ് ഗോയിങ് ടു ദ ഹൗസ്. ഐ സ്റ്റോപ്ഡ് ഗോയിങ് ആൻഡ് അക്കൗണ്ട്സ് മാത്രം ഞാൻ ഈ രാമോഹൻ നമ്മുടെ ഓഡിറ്റർ ട്രിവാൻഡ്രത്താണ്. സോ എവറി ഇയർ ഐ പേ ഹിസ് ടാക്സസ് ആൻഡ് മൈ ടാക്സസ് ഐ യൂസ് ടു പേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാർച്ച് 3rd വീക്കിൽ വന്നപ്പോൾ അച്ഛൻ കെയിം ടു ദ എയർപോർട്ട് ടു പിക്ക് മീ അപ്പ് ആൻഡ് ഹി സെഡ് വീട്ടിലേക്ക് പോവാം. ഐ സെഡ് ഇല്ല അച്ഛാ, പങ്കജിൽ റൂം ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓഹോ പറഞ്ഞിട്ട് വേറെ ഡ്രൈവറിൻ്റെ മുമ്പിൽ ഒന്നും സംസാരിച്ചില്ല അച്ഛൻ. സോ ഹി ഗോട്ട് ഡൗൺ വിത്ത് മീ, ഹി കെയിം അപ്പ് ടു ദ റൂം ആൻഡ് ദെൻ ഹി സെഡ്, ഐ നോ വാട്ട് യു ആർ ഗോയിങ് ത്രൂ, ഐ നോ എൻ്റെ മോൻ ശരിയില്ലെന്ന് എനിക്കറിയാം, പക്ഷേ കൈ പിടിച്ചിട്ട് ഹി സെഡ് ഇത് മീഡിയയിലൊന്നും വരരുത്, മോള് സഹിക്ക് എന്നൊക്കെ പറഞ്ഞതാണ്. ആ പ്രോമിസ് ഇന്നാണ് ഐ ഹാഡ് ടു ബ്രേക്ക് ബിക്കോസ് മൈ സൈലൻസ് ഇസ് മിസ്അണ്ടർസ്റ്റുഡ് വി. മൈ സൈലൻസ് ഇസ് റിയലി മിസ്അണ്ടർസ്റ്റുഡ്. നോബഡി നോസ് വാട്ട് വാസ് ഹാപ്പനിങ് വിത്ത് മീ. I don't know how much I had the patience. ഇത്രയും പേഷ്യൻസ് എനിക്കുണ്ടായിരുന്നു.
because my strength was my voice. LKG തൊട്ട് MBBS ആണ് എൻ്റെ മോൻ 5th year. He has not contributed as a father anything. Okay, I didn't depend. That's fine. But he has to share, right? എൻ്റെ മോന് ജോണ്ടിസ് വന്നപ്പോഴും വിളിക്കുമ്പോഴും he'll say, oh, are you trying to track me down where... ഈ ജോണ്ടിസ് വന്ന കാര്യം ഒരു അച്ഛൻ അറിയിച്ച എത്ര ഫീലിംഗ് വരണം, ഒരു 5-year-old. He's asking me, oh, you want to find out where I am? That's why you're tracking me and calling. I was... കൈയൊക്കെ ഷിവറിങ് ആയിരുന്നു അത് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക്. ബിക്കോസ് ഡീലിംഗ് അലോൺ ഇസ് സോ ഡിഫിക്കൾട്ട്, ദറ്റ് ടു എ സിക്ക് ചൈൽഡ് ആൻഡ് എ യങ് ബേബി കയ്യിൽ. ആൻഡ് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ he just kicked me here in my tummy. I fell on the cot. അമ്മ ഇങ്ങനെ പിടിക്കൂലേ, എന്നിട്ട് you cry. He says, oh, you're a best actress. കരഞ്ഞോ നല്ല കരയും. Constantly he was trying to do something. Constantly. I remember we went for a dinner. കാറിൽ കയറുമ്പോൾ ഫുൾ 9th month ആണ്. കാറിൽ കയറാൻ സമയത്ത് he'll take the car back or front. And I fell off. And I'm crying there. And I'm not showing my tears because he'll say, oh, whatever, he'll... That was the domestic violence. ഭയങ്കര മുടിയൊക്കെ പിടിച്ചിട്ട് he used to, middle of the night, he'll drink and come. And when I open the door, why are you delayed? Naturally, we'll ask. Then he'll hold the very cheap thing. He'll hold my hair, pull me, drag to the kitchen, and he'll put me on the floor and kick. Of course, till I am informed, till I am told by the judge, or till I get the notice. I did not get any notice as that I am divorced. Don't you think they should ask me whether I want also? Then why would I keep his name if I am divorced? Or if I had got the notice from the court or whatever, we would have done the procedure properly, if at all he wanted a divorce. Why behind my back? It is 26-year-old. I'm a mother of 2, his boys. Because I want to know how I got divorced. Yeah. I want to know. Without my knowledge, how can anybody get a divorce and how can you marry? For this September 2nd, it will be 26 years completing. Don't you think I need a dignified divorce than this? Doing behind my back, whatever. And which court will give like that without informing the wife? Of course, Makkala, they're upset. They are called. Achan, annatha divasam, October 24th, I think, October 24th, a news kandodane, I called my PRO. PRO nu vilichu paranga, released a statement. How can anybody marry without giving divorce? It's illegal. He was very angry and upset. He calls my son and he blasts him. He says, I got the divorce in 2012 January. And my son told, Acha, that is not truth. That's a lie. How can you get without even my knowledge and without mummy's knowledge? Makkalku, see, I'm asking you, is he teaching my sons that he can get away with everything? I have 2 boys. Tomorrow naal avaru kalyanam kazhikkande. They have to lead decent lives with really, they have to love their wives, right? They cannot think, oh, I can be like Achan. I can do anything what I can do, whatever he has done. And I can get away with that and marry again whenever I want to. That's not nice. Every point of time, ഇതൊക്കെ ഞാൻ ഷെയർ അവരോട് പറയായിരുന്നു. Of course, family will help and family will talk. അവർ ഈ ചെവിയിൽ കേൾക്കും, ആ ചെവിയിൽ വിട്ടേക്കും. Probably I'm not a Malayali. Probably they didn't like me from the beginning. Maybe. I took it that way. അങ്ങനെ ചാൻസ് ഞാൻ കൊടുത്തിട്ടേ ഇല്ലല്ലോ. ഈഗോ ക്ലാഷ് ആയാലും ആകാനുള്ള ചാൻസസ് ഞാൻ കൊടുത്തിട്ടില്ല. ബിക്കോസ് എനിക്ക് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചത്, ഞാൻ എൻ്റെ ലാസ്റ്റ് 2 ഫിലിംസിന് സ്റ്റേറ്റ് അവാർഡ് വന്നു. And also about 15 to 16 awards, all Filmfare, Cinema Express, whatever, all the awards in 2 different languages. So I wanted to be proudly go and take the award along with my husband. That is a natural thought for any newly wedded wife. അത് ഞാൻ ചോദിച്ചപ്പോൾ നിനക്കല്ലേ അവാർഡ് വന്നിരിക്കുന്നത്, എനിക്കല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്
അപ്പോഴത്തേക്ക് ഒരു 8-9 അവാർഡ്സ് വന്നിരുന്നു. ബാക്കി ഒരു 8 കുറിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല പുള്ളിയെടുത്ത്. സോ അങ്ങനെ ഈഗോ ക്ലാഷസ് വരാനുള്ള ചാൻസസ് ഞാനായിട്ട് തന്നെ ഞാൻ കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ സപ്രസ് ചെയ്തു. വാട്ട് എവർ ഓഫർ കംസ് ഓർ എനിത്തിങ് കംസ് ഇൻ എ ബിഗ് ക്യാരക്ടർ അങ്ങനെ വന്നാലും അയ്യോ ഹൗ ടു ടെൽ ഹിം, ഹൗ വിൽ ഹി ടേക്ക് ഇറ്റ്, ഹീ സ്റ്റിൽ നോട്ട് കമ്മിങ് അപ്പ്. അപ്പോൾ കുറച്ച് ചെറുതായിട്ടല്ലേ വന്നുകൊണ്ടിരിക്കാൻ, ലെറ്റ് ഹിം ബിക്കം ബിഗ് ദെൻ വിൽ സീ എന്ന് പറഞ്ഞിട്ട് ഐ യൂസ് ടു I never gave him that thought. I forgot who I was. I was only Mrs. Mukesh ആയിട്ട് തന്നെയാണ് I was existing. മദ്രാസിൽ നല്ല പ്രൈം പ്ലേസസിലൊക്കെ 12 ഗ്രൗണ്ടൊക്കെ ഉള്ളത് ഇപ്പോൾ ഇറ്റ്സ് കുറേ ക്രോർസാണ് അതിൻ്റെ വില. അതൊക്കെ കൊടുത്തിട്ട് ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ് അങ്ങേർക്ക് പേര് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു അപ്പാർട്ട്മെൻറ്റ് ചെയ്തു, വേറൊരു പ്രോപ്പർട്ടിയിലും അങ്ങനെ ചെയ്തു, എല്ലാം ടു സാറ്റിസ്ഫൈ ഹിം. എവറി ടൈം ഐ യൂസ് ടു, എന്ത് പുതിയ കാർ വന്നാലും ഐ യൂസ് ടു സർപ്രൈസ് ഹിം. January 1st അന്ന് മാരുതി 1000 ആയാലും കോണ്ടസ് ആയാലും സെൻ ആയാലും ദ ഫസ്റ്റ് കാർ വിൽ ബി അവേഴ്സ്. ജസ്റ്റ് ടു please him. Always, all my life I was trying to please him. No, that was my choice അല്ലേ, that was my choice. But once ഇനി ഒരു 5-6 years പിള്ളേർ കുറച്ച് വലുതായ ശേഷം എനിക്ക് 2-3 ഓഫേഴ്സ് വന്നപ്പോൾ I was about to take that offers. Then he interrupted with the directors and he told don't take her, which was very hurting. That time I felt very hurting. ഞാൻ അങ്ങനെ മേക്കപ്പ് ബോക്സ് ഒക്കെ റെഡി ചെയ്ത് after 5 or 6 years ഗ്യാപ്പിൽ we feel so excited to go and work again. It was a good role. And Malayalam director was directing, Kamal sir, in Tamil. And I was, because എനിക്ക് തമിഴ് അറിയാത്തതുകൊണ്ട് we were all friends, എല്ലാവരും ഫ്രണ്ട്സാണ്. അപ്പോൾ സോ അത് ചെയ്യാനുള്ള അവകാശം I lost it because he called. What is image between husband and wife? And the wife, why should we bother about others if you're right? Tell me. Why I'm coming out like this now? And last session in the court, Mrs. Leela Mani, Honorable Judge Meena Mani was there on March 29th. We met her and she gave a date to sort out the issues in May, and unfortunately I think she has to resign that same month, same little. She said she'll be there till the 31st May, but May 6th or 7th I think she has resigned. So that day he was saying I married this lady when she was only dubbing artist, which again I was shocked. I couldn't answer. So he knows. And my son was sitting here and he held my hand. I was about to answer for that. He held my hand. He said, let him talk, mommy, let him talk. അവർക്ക് അച്ഛൻ്റെ വീട്, അച്ഛൻ ഞാനൊക്കെ അഴിക്കായിരുന്നല്ലോ ഓണം till അച്ഛൻ മരിക്കുന്നവരെ. Till he wanted the custody of children in 2007. അച്ഛൻ മരിക്കുന്നവരെ he was all right. He never interfered into my problems or he never did anything of this sort. Achan passed away in 2006, and then 2007 he filed a case against me that he wants to separate the children, which I did not agree. എങ്ങനെ ഞാൻ പിരിക്കും? അവർ രണ്ടുപേരും വെരി ക്ലോസ്, ഭയങ്കര ക്ലോസ് ആണ് എൻ്റെ 2 മക്കളും. How can I separate them? How can he even think of separating? Because he knows my weakness is my voice. I need to get justice. I'm sure മക്കൾക്കും of course മക്കൾക്കും അത് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അവരും അറിയണം, എനിക്കും അറിയണം. I believe in this judiciary system. I hope I'll get justice. കുറേ പേര് ഹിസ് ബെസ്റ്റസ്റ്റ് ഫ്രണ്ട്സ്. ഇനിയൊരു കാര്യം കൂടെ പുള്ളി എപ്പോഴും പറയും, നീ ഇവിടുത്തെ ലോയിലൊന്നും നീ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്, ജഡ്ജിമാർ എൻ്റെ ഫ്രണ്ട്സാണ്, പൊളിറ്റിക്കലി എനിക്ക് എല്ലാവരും ഭയങ്കര ക്ലോസ് ആണ്, യു കാൺട്ട് വിൻ ഹിയർ, യു കാൺട്ട് ഡു എനിത്തിങ്. അന്ന് March 29th കോർട്ടിൽ ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസമായിരുന്നു ഞാൻ ഒരു 2 years കഴിഞ്ഞിട്ടാണ് കണ്ടത്.